Dear students, plus 1 Computer Science Chapter 9 String Handling and I/O Functions, that means Input Output Functions Part 1. നമ്മൾ കഴിഞ്ഞ ചാപ്റ്റേഴ്സിലായിട്ട് ഇൻപുട്ട് ചെയ്യാനും ഔട്ട്പുട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനൊക്കെ ചില കൺസോൾ ഒബ്ജക്ട്സ് നമ്മൾ പഠിച്ചു. ഇൻപുട്ട് നമ്മൾ കീബോർഡ് വഴി ഇൻപുട്ട് ചെയ്യാനായിട്ട് സി ഇൻ എന്നുള്ള കൺസോൾ ഇൻപുട്ട് സ്ട്രീം ഒബ്ജക്റ്റായ സി ഇൻ എന്നുള്ള ഒബ്ജക്റ്റ് നമ്മൾ യൂസ് ചെയ്ത്, അതുപോലെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് കൺസോൾ ഔട്ട്പുട്ട് സ്ട്രീം ഒബ്ജക്റ്റായ സി ഔട്ട് നമ്മൾ യൂസ് ചെയ്തു. ഇനി ഈ സ്ട്രിങ് ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മൾ ചില ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഇതൊരു ചെറിയ ചാപ്റ്റർ തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്തൊക്കെയാണ് ഈ ഫങ്ഷൻസ് എന്നൊക്കെ നോക്കാം. ഡിഫറെൻറ്റ് കൺസോൾ ഫങ്ഷൻസ് ആർ അവൈലബിൾ ടു പെർഫോം ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ഓൺ സ്ട്രിങ്ങിൽ നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യാനായിട്ട് കൺസോൾ ഫങ്ഷൻസ് ധാരാളം C++ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് എന്താണ് ഒരു സ്ട്രിങ് എന്ന് അറിഞ്ഞിരിക്കണം. സ്ട്രിങ് എന്നുള്ളത് എന്താ? കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ്, അല്ലെങ്കിൽ ധാരാളം ക്യാരക്ടേഴ്സ് നമ്മൾ C++ൽ പഠിച്ചിട്ടുണ്ട്. ആ C++ൻ്റെ കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ക്യാരക്ടറാണ് ഒരു സ്ട്രിങ് എന്ന് നമ്മൾ പറയുന്നത്. സോ എ ക്യാരക്ടർ അറേ ക്യാൻ ബി യൂസ്ഡ് ടു സ്റ്റോർ എ സ്ട്രിങ് സിൻസ് ഇറ്റ് ഈസ് എ സീക്വൻസ് ഓഫ് ക്യാരക്ടർ. അപ്പോൾ ക്യാരക്ടർ അറേ എന്നുള്ളത് എന്താണ്? സ്ട്രിങ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അറേയാണ് ക്യാരക്ടർ അറേ. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ സീക്വൻസ് ഓഫ് characters. And how to allocate memory for string. Memory required depends upon the number of characters stored. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അറിയൊക്കെ പഠിച്ചപ്പോൾ അതിനകത്ത് നമ്മൾ പഠിച്ചതാണ് എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യാന്നൊക്കെ. അപ്പോൾ നമ്മൾ അതിനകത്ത് എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടെന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു സ്ട്രിങ്ങിന് എത്ര മെമ്മറി നമ്മൾ വേണമെന്ന് നിശ്ചയിക്കുക. അപ്പോൾ അതിനകത്ത് എല്ലാ സ്ട്രിങ്ങിലും എൻഡ് ചെയ്യുമ്പോൾ /0, ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും /0, ഈ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ നമ്മൾ യൂസ് ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് നൾ ക്യാരക്ടർ. എ നൾ ക്യാരക്ടർ /0 ഈസ് സ്റ്റോർഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി സ്ട്രിങ്. ദിസ് ക്യാരക്ടർ ഈസ് യൂസ്ഡ് ആസ് ദി സ്ട്രിങ് ടെർമിനേറ്റർ ആൻഡ് ആഡഡ് അറ്റ് ദി എൻഡ് ഓട്ടോമാറ്റിക്കലി. ഇങ്ങനെയൊന്ന് വന്നാലാണ് അത് സ്ട്രിങ്ങിൻ്റെ എൻഡാണെന്ന് നമ്മൾ എൻഡായിരിക്കും. അതായത് സ്ട്രിങ് ടെർമിനേറ്റർ ആണെങ്കിൽ /0 എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി ടെർമിനേറ്റ് ചെയ്യുന്നത് എപ്പോഴായിരിക്കും? അറ്റ് ദി എൻഡ് ആയിരിക്കും. സോ ആൻഡ് ആഡഡ് അറ്റ് ദി എൻഡ് ഓട്ടോമാറ്റിക്കലി. ദ മെമ്മറി റിക്വയർഡ് ടു സ്റ്റോർ എ സ്ട്രിങ് വിൽ ബി ഈക്വൽ ടു ദ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ ദി സ്ട്രിങ് പ്ലസ് 1 byte ഫോർ ദി നൾ ക്യാരക്ടർ. ഇപ്പോൾ നമ്മൾ ഒരു സ്ട്രിങ്ങിൽ എത്ര മെമ്മറി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ട്രിങ്ങിൽ എത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ടോ അതിനോടുകൂടി ഒന്ന് നമ്മൾ ആഡ് ചെയ്യും. ആ ഒന്ന് അഡീഷണൽ ആഡ് ചെയ്യുന്നത് ഈ നൾ ക്യാരക്ടറായ /0ക്ക് വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ str ഓഫ്, അവിടെ നമ്മൾ സൈസ് കൊടുത്തിട്ടില്ല, ഡയറക്റ്റ് സ്ട്രിങ് തന്നിട്ടുണ്ട് ഹലോ എന്നുള്ളൊരു സ്ട്രിങ്. അപ്പോൾ ഹലോ എന്നുള്ള സ്ട്രിങ്ങിൽ എന്താണ് 1 2 3 4 5 ടോട്ടൽ 5 ക്യാരക്ടേഴ്സ് ഉണ്ട്. പ്ലസ് 1 കൂടെ നമ്മൾ ആഡ് ചെയ്യണം. എന്തിനാണ്? /0ക്ക് വേണ്ടിയിട്ടാണ്, നൾ ക്യാരക്ടറിന് വേണ്ടി. സോ ദി സൈസ് ഓഫ് ദി അറേ str എത്രയായിരിക്കും? 6 bytes ആയിരിക്കും വേണ്ടി വരിക. സോ ഹിയർ ദ സൈസ് ഓഫ് ദി അറേ ഈസ് നോട്ട് സ്പെസിഫൈഡ് ആൻഡ് ഹെൻസ് ഓൺലി 6 byte വിൽ ബി അലോക്കേറ്റഡ്. 5 bytes ഫോർ ദി സ്ട്രിങ് ആൻഡ് ദി 1 byte ഫോർ ദി നൾ ക്യാരക്ടർ /0. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു സ്ട്രിങ് മെമ്മറിയിൽ അലോക്കേറ്റ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് ഈസ് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ഓൺ സ്ട്രിങ്. എന്തൊക്കെ ഇൻപുട്ട് ഓപ്പറേഷനും അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഓപ്പറേഷനാണ് ഒരു സ്ട്രിങ്ങിൽ പെർഫോം ചെയ്യാൻ നമുക്ക് നോക്കാം. നമ്മൾ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്, ഗെറ്റ് എസ് ഓഫ് എന്നുള്ള ഒരു ഫംഗ്ഷൻ. അത് കൺസോൾ ഇൻപുട്ട് ഫംഗ്ഷനാണ്. അത് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സീന് പകരം, അതായത് നമുക്കൊരു ക്യാരക്ടർ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ സ്ട്രിങ് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗെറ്റ് എസ് എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. കീബോർഡ് വഴി നമ്മൾ, അതായത് ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഡിവൈസ് വഴി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ അറേയിൽ സ്റ്റോർ ചെയ്തിട്ടുള്ളൊരു ക്യാരക്ടർ നമുക്ക് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗെറ്റസ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ദ ഫംഗ്ഷൻ ഗെറ്റസ് ഈസ് എ കൺസോൾ ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ്ഡ് ടു ആക്സെപ്റ്റ് എ സ്ട്രിങ് ഓഫ് ക്യാരക്ടേഴ്സ് ഇൻക്ലൂഡിംഗ് white spaces from the standard input device, that means keyboard, and stored it in a character array. And the syntax is getters പാരാന്തസിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കണം? ഏതാണോ നമുക്ക് എൻ്റർ ചെയ്യേണ്ട ക്യാരക്ടർ അറേ, ആ അറേയുടെ നെയിം കൊടുക്കുക. ദെൻ പാരാന്തസിസ് ക്ലോസ് ചെയ്യുക, ടെർമിനേറ്റ് ചെയ്യുമ്പോൾ സെമിക്കോളൻ ഇടുക. ഇങ്ങനെയാണ് ഗെറ്റസ് ഓഫ് ഫംഗ്ഷൻ്റെ സിൻടാക്സ്. ഈ ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു ഹെഡർ ഫയൽ യൂസ് ചെയ്യണം. cstdio എന്നുള്ളൊരു ഹെഡർ ഫയൽ നമ്മൾ യൂസ് ചെയ്യണം. അതിനി വിൻഡോസിലാണെങ്കിൽ ടർബോ C++ ഒക്കെ ആണെങ്കിൽ നമ്മൾ stdio.h എന്നുള്ള ഹെഡർ ഫയലായിരിക്കും യൂസ് ചെയ്യുക.
അപ്പോൾ നമ്മൾ സ്ട്രിങ് ഇൻപുട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റീഡ് ചെയ്യാനായിട്ട് ഗെറ്റസ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്തു. അതേപോലെ ഡിസ്പ്ലേ ചെയ്യാനായിട്ടും നമുക്കൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യണം. ദ ഫംഗ്ഷൻ പുട്ട് എസ് എന്നുള്ള ഫംഗ്ഷനാണ് നമ്മൾ ഔട്ട്പുട്ടിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ആ സ്ട്രിങ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്, റീഡ് ചെയ്യാൻ അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാൻ ഗെറ്റസ് ആണെങ്കിൽ ഡിസ്പ്ലേ ചെയ്യാൻ അല്ലെങ്കിൽ ഔട്ട്പുട്ട് നമുക്ക് വരാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പുട്ടേഴ്സ്. ദാറ്റ് മീൻസ് ദ ഫംഗ്ഷൻ പുട്ടേഴ്സ് ഈസ് എ കൺസോൾ ഔട്ട്പുട്ട് ഫംഗ്ഷൻ യൂസ്ഡ് ടു ഡിസ്പ്ലേ എ സ്ട്രിങ് ഡാറ്റ ഓൺ ദി സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസ്, ദാറ്റ് മീൻസ് മോണിറ്റർ. ആൻഡ് ദി സിൻടാക്സിസ് പുട്ടസ് ഓഫ് സ്ട്രിങ് ഡാറ്റ. ഏതാണോ നമ്മുടെ സ്ട്രിങ് ഡാറ്റ അത് പുട്ടസ് എന്ന് എഴുതിയിട്ട് അതിൻ്റെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കുക, പാരന്തസിൻ്റെ ഉള്ളിൽ ടെർമിനേറ്റ് ചെയ്യുമ്പോൾ സെമിക്കോളൻ കൊടുത്താൽ മതി. ആൻഡ് ദ സ്ട്രിങ് കോൺസ്റ്റൻറ്റ് ഓർ വേരിയബിൾ, ദാറ്റ് മീൻസ് എ ക്യാരക്ടർ അറേ നെയിം ടു ബി ഡിസ്പ്ലേഡ് ഷുഡ് ബി പ്രൊവൈഡഡ് ടു ദിസ് ഫംഗ്ഷൻ. എന്താണോ നമ്മൾ കൊടുക്കുന്നത് അത് തന്നെയായിരിക്കും ഡിസ്പ്ലേ ചെയ്ത് വരാം. ഫോർ എക്സാമ്പിൾ പുട്ടസ് ഓഫ് ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ ഹലോ കൊടുത്തു. എന്തുകൊണ്ടാണ് നമ്മളിവിടെ ഡബിൾ കോട്ട്സ് യൂസ് ചെയ്യുന്നത്? അതൊരു സ്ട്രിങ് ആയതുകൊണ്ട്. സ്ട്രിങ് എന്നുള്ളത് എന്താ, കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സാണ്. കമ്പൽസറി നമ്മൾ ഡബിൾ കോട്ട്സ് യൂസ് ചെയ്യണം, എന്നിട്ട് സെമിക്കോളൻ വെച്ച് എൻട്രി. അപ്പോൾ ഇത് ഡിസ്പ്ലേ ചെയ്യുന്നത് എന്തായിരിക്കും? ഹലോ എന്ന് തന്നെയായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്, ഇപ്പോൾ നമ്മൾ നോക്കിയത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ഓൺ സ്ട്രിങ് ആണ്. ഇനി നമുക്ക് ഏതൊക്കെയാണ് കൺസോൾ ഫങ്ഷൻസ് ഫോർ ക്യാരക്ടർ IO എന്ന് നോക്കാം. ആൻഡ് കൺസോൾ ഫങ്ഷൻസ് ഫോർ ക്യാരക്ടർ IO. These functions require the inclusion of header file CSTD.io. CSTD.io എന്നുള്ളൊരു ഹെഡർ ഫയൽ യൂസ് ചെയ്താലേ നമുക്ക് ഈ ഫങ്ഷൻസ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഗെറ്റസും നമ്മൾ തൊട്ട് മുമ്പേ പുട്ടസും നോക്കി. അപ്പോൾ അതിനകത്ത് നമ്മൾ എന്ത് യൂസ് ചെയ്തത്? CSTD.io തന്നെയാണ് യൂസ് ചെയ്തത്. അതുപോലെ ഇനി കൺസോൾ ഫങ്ഷൻസ് ആണ് ഗെറ്റ് ക്യാർ ആൻഡ് പുട്ട് ക്യാർ. അതിനും നമ്മൾ യൂസ് ചെയ്യുന്നത് CSTD.io എന്നുള്ള ഹെഡർ ഫയലാണ്. ടർബോ C++ലാണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? stdio.h. അപ്പോൾ നമ്മൾ നേരത്തെ സ്ട്രിങ് റീഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഗെറ്റസ് യൂസ് ചെയ്തു. അതേപോലെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഗെറ്റ് ക്യാർ ഓഫ്. നമ്മൾ ആ പാരാന്തസിസ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ഓഫ് എന്നാണ് നമ്മൾ റീഡ് ചെയ്യുക. ഗെറ്റ് ക്യാർ ഓഫ്. This function returns the character that is input through the keyboard and stored in a variable. അതായത് നമ്മൾ കീബോർഡ് വഴി എൻ്റർ ചെയ്യുന്ന ഒരു ക്യാരക്ടർ റീഡ് ചെയ്യാനും അത് ഏതെങ്കിലും ഒരു വേരിയബിൾ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ടൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ഗെറ്റ് ക്യാർ എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുക. ഗെറ്റ് ക്യാർ എന്ന് എഴുതാം, പാരാന്തസിസ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. അത്രയേ ഉള്ളൂ ഗെറ്റ് ക്യാറിൻ്റെ സിൻടാക്സ്. ദാറ്റ് മീൻസ് എക്സാമ്പിൾ CHAR = ഗെറ്റ് ക്യാർ ഓഫ്. നമ്മൾ പറഞ്ഞു ആ പാരാന്തസിസ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നതിന് ഓഫ് എന്നാണ് നമ്മൾ റീഡ് ചെയ്യുക. അപ്പോൾ CH എന്നുള്ള വേരിയബിളാണ് ഇപ്പോൾ ഗെറ്റ് ക്യാറിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഇനി ഇപ്പോൾ അത് അങ്ങനെ ഒന്ന് ഗെറ്റ് ക്യാർ യൂസ് ചെയ്തിട്ട് നമ്മൾ റീഡ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ആ വാല്യൂ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ പുട്ടസ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്തു. പുട്ടസ് നമ്മൾ സ്ട്രിങ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് യൂസ് ചെയ്തു. അതേപോലെ ഒരു പുട്ടസിനെ നമ്മൾ ഇൻക്ലൂഡിങ് വൈറ്റ് സ്പേസസ് അടക്കം നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നൊക്കെ പറഞ്ഞു. അതുപോലെ റീഡ് ചെയ്യുമ്പോഴും ഗെറ്റസിലൊക്കെ വൈറ്റ് സ്പേസസ് ഒക്കെ നമുക്ക് റീഡ് ചെയ്യും. പക്ഷേ ഗെറ്റ് ക്യാറിൽ ആ ഒരു സിംഗിൾ ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന എന്താണ്? ക്യാരക്ടർ ദാറ്റ് ഇൻപുട്ട് ത്രൂ ദി കീബോർഡ് വഴി ഇൻപുട്ട് ചെയ്യുന്ന ക്യാരക്ടർ റീഡ് ചെയ്യാനായിട്ട് ഗെറ്റ് ക്യാർ. അതേപോലെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പുട്ട് ക്യാർ ഓഫ്. This function displays the character given as the argument on the standard output unit, that means monitor. ഫോർ എക്സാമ്പിൾ പുട്ട് ക്യാർ ഓഫ് CH. എന്താണോ CHൻ്റെ വാല്യൂ അതായിരിക്കും നമുക്കവിടെ ഡിസ്പ്ലേ ചെയ്ത് വരിക. അപ്പോൾ ക്യാരക്ടർ റീഡ് ചെയ്യാനായിട്ട് ഗെറ്റ് ക്യാർ ഓഫ് എന്നുള്ളതും ക്യാരക്ടർ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പുട്ട് ക്യാർ ഓഫ് എന്നുള്ളതും. നമ്മൾ കൺസോൾ ഫങ്ഷൻസ് 2 പഠിച്ചു. ഗെറ്റ് ക്യാറും പുട്ട് ക്യാറും. ഗെറ്റ് ക്യാർ റീഡ് ചെയ്യാനായിട്ടും പുട്ട് ക്യാർ നമുക്ക് ക്യാരക്ടർ ഡിസ്പ്ലേ ചെയ്യാനായിട്ടും. അതുപോലെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസിൽ സ്ട്രിങ് റീഡ് ചെയ്യാനായിട്ട് ഗെറ്റസ് എന്നുള്ള ഫംഗ്ഷനും അതുപോലെ സ്ട്രിങ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പുട്ടസ് എന്നുള്ള ഫംഗ്ഷനുമാണ് നമ്മൾ യൂസ് ചെയ്തത്. അതുപോലെ എങ്ങനെയാണ് സ്ട്രിങ്ങിൽ നമ്മൾ മെമ്മറി അലോക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ട് ആ ക്യാരക്ടേഴ്സ് +1/2 കൂടെ നമ്മൾ ആഡ് ചെയ്യും ഫോർ ദി നൾ ക്യാരക്ടർ. നൾ ക്യാരക്ടർ എപ്പോഴും അറ്റ് ദി എൻഡിലാണ് വരിക. ഇറ്റ് ഈസ് എ നൾ ക്യാരക്ടർ /0 എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദി സ്ട്രിങ് ടെർമിനേറ്റർ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. അടുത്തൊരു പാർട്ടോടു കൂടി തന്നെ നമുക്ക് ഈ ഒരു ചാപ്റ്ററും തീരും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സ്റ്റുഡൻസ്.